നമസ്കാരം, എൻ്റെ പേര് വിപിൻ. ഓൾ കേരള പെയിൻറ്റേഴ്സ് ആൻഡ് പോളിഷിംഗ് അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി മെമ്പറുമാണ്. കേരളത്തിലുടനീളമുള്ള പെയിൻറ് തൊഴിലാളികൾ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ് APTP. നമ്മുടെ സംഘടനയിലെ മെമ്പറും വർഷങ്ങളായി പെയിൻറ് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ജോയിച്ചേട്ടനാണിത്. ജോയിച്ചേട്ടൻ കഴിഞ്ഞ വർഷങ്ങൾ ഒരു 2 വർഷത്തോളമായി കിഡ്നി സംബന്ധമായ അസുഖത്തിൻ്റെ പേരിൽ ചികിത്സ ചെയ്യുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചിട്ട് എങ്ങനെയല്ലേ? അത് 20 വർഷമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു. പിന്നിപ്പം 2.5 വർഷമായിട്ട് കിഡ്നിക്ക് ബാധിച്ചു. പിന്നെ ഇപ്പോൾ 8 മാസമായി ഡയാലിസിസ് ആഴ്ചയിൽ 3 തവണ വെച്ച് ചെയ്യുന്നുണ്ട്. നേരത്തെ ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു വർഷങ്ങളായിട്ട്. ഇൻസുലിൻ കുത്തിയാണ്. ഇൻസുലിൻ കുത്തുന്നുണ്ടായിരുന്നു രാവിലെ വീട്ടിൽ. അപ്പം ഇനി നമുക്ക് അടുത്ത് കിഡ്നി മാറ്റി വെക്കാനായിട്ടാണ്. ഇനി ഈ ഡയാലിസിസിൽ ഒരുപാട് കാലം പറ്റില്ല എന്നാണ് ഡോക്ടർ. ആഴ്ച 3 ദിവസം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എത്ര ലക്ഷം രൂപ? 40 ലക്ഷം രൂപയോളം മുടക്ക് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അപ്പം വളരെ നിർധന കുടുംബത്തിലെ അംഗമായി ജോയിച്ചേട്ടന് 40 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു വളരെ വലിയ തുകയാണ്. ആളുകൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നൊരു സംഖ്യയാണ്. 2 മക്കളും ഭാര്യയും പിന്നെ പ്രായമായ അച്ഛനുമാണ് ആളുടെ കുടുംബം. മക്കള് 10ലും 7ലും പഠിക്കുന്നു. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ലവരായ ജനങ്ങളും ജോയിച്ചേട്ടനെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇതുവരെയും ആളുടെ ചികിത്സകളും കാര്യങ്ങളൊക്കെ നടന്നത് നല്ലവരായ കൂട്ടുകാരെ നാട്ടുകാരെ സഹായങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ലവരായ ആൾക്കാരും ആളെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അടിയന്തരമായി വൃക്ക മാറ്റിവെക്കേണ്ട സാഹചര്യമാണ് നിലവിൽ ജോബിക്കുള്ളത്. 40 ലക്ഷത്തിലേറെ തുക ആവശ്യമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അടിയന്തരമായി തന്നെ ശസ്ത്രക്രിയ നടത്തേണ്ടതിനാൽ നല്ലവരായ എല്ലാ ആളുകളുടെയും അല്ലെങ്കിൽ സുമനസ്സുകളുടെ സാമ്പത്തികമായ സഹായം അഭ്യർത്ഥിക്കുന്നു. പാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ 10ാം വാർഡിലെ മെമ്പറായ ലൈലാമണിയുടെ അഭ്യർത്ഥന. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ജോയിച്ചേട്ടൻ്റെ ഹോസ്പിറ്റലിലെ രേഖകളും ബാങ്ക് ഡീറ്റെയിൽസും മറ്റ് വിവരങ്ങളും എല്ലാം വീഡിയോയുടെ ചുവടെ ചേർക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആളെ പരമാവധി സഹായിക്കണമെന്ന് വീണ്ടും അപേക്ഷിക്കുന്നു.